ഹലോ, ഏവർക്കും സ്മാർട്ട് പീസിലേക്ക് സ്വാഗതം. നമ്മുടെ 20 മാർക്ക് വർക്കൗട്ടിൻ്റെ 14ാമത്തെ വീഡിയോ ആണ്. ഓക്കെ, ഇന്ന് അത്യാവശ്യം നിലവാരമുള്ള കുറച്ച് ചോദ്യങ്ങൾ എടുത്തിരിക്കുന്നത്. നമ്മൾ ഇന്നലെ ചെയ്ത പോലെ എളുപ്പമുള്ള ചോദ്യങ്ങളല്ല. നന്നായിട്ട് പെർഫോം ചെയ്യുക. ലാസ്റ്റ് നിങ്ങൾ എനിക്ക് റെസ്പോൺസ് തരണം. അതായത് നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ടായിരുന്നു, ഏതൊക്കെ ക്വസ്റ്റ്യനാണ് തെറ്റിയത്, എങ്ങനെയൊക്കെ കൺഫ്യൂഷൻ വന്നു, അത് നിങ്ങൾ സംസാരിക്കണം. ആ ഒരു ഇൻട്രാക്ഷൻ കാണുമ്പോഴാണ് എനിക്ക് നിങ്ങൾ ചെയ്യാറുണ്ട്. ആ ഇൻട്രാക്ഷൻ കാണുമ്പോഴാണ് എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്യാനുള്ളൊരു ഊർജ്ജം കിട്ടുന്നത്. സോ ഇന്ററാക്ട് ചെയ്യുക. ഓക്കെ, ഇവിടെ ഗദ്ദിക എന്ന പ്രശസ്ത ആദിവാസി കലയെ പരിപോഷിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി ആരാണ്? എല്ലാവർക്കും അറിയായിരിക്കും. ഗദ്ദിക എന്ന കലാരൂപത്തെ, വയനാട് ജില്ലയിൽ കണ്ടുവരുന്ന ഗദ്ദിക എന്ന കലാരൂപത്തെ പരിപോഷിക്കുന്ന മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിയാണ് പി.കെ. കാളൻ. പി.കെ. കാളനാണ് ആൻസർ, ഓപ്ഷൻ ഡി. അടുത്ത് 2005 പിന്നെ അറിയാലോ, സ്വന്തമായിട്ട് ചെയ്യുന്ന ആൾക്കാർ വീഡിയോ പൗസ് ചെയ്യുക. വീഡിയോ പൗസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, എൻ്റെ കൂടെ കണ്ടുവരിക. ഓക്കെ, 2005 വിവരാവകാശ നിയമപ്രകാരം പൗരന് ലഭിക്കാവുന്ന വിവരവുമായി ബന്ധപ്പെട്ട ശരി ഉത്തരം ഏതാണ്? ലഭിക്കുന്ന വിവരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആഗ്രഹിക്കുന്ന ഏതൊരു വിവരവും ലഭ്യമാകുന്നതാണ്. ആണോ? ആഗ്രഹിക്കുന്ന ഏതൊരു വിവരവും കിട്ടോ? ഇല്ല, തെറ്റ്. ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ മാത്രം ലഭ്യമാകുന്നതാണ്. ഭരണഘടനാ സ്ഥാപനങ്ങൾ മാത്രമല്ല, സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ആയിക്കോട്ടെ, ഗവൺമെന്റ് ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങളായിക്കോട്ടെ, എല്ലാത്തിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യും? വിവരങ്ങൾ ലഭ്യമാകുന്നതാണ്. പൊതു അധികാര സ്ഥാപനങ്ങളുടെ പക്കലുള്ള എല്ലാ വിവരങ്ങളും ലഭ്യമാകുന്നതാണ്. കിട്ടോ? പൊതു അധികാര സ്ഥാപനങ്ങളുടെ പക്കലുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് കിട്ടൂടാ? കിട്ടത്തില്ല. നമുക്ക് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങൾ, മറ്റൊരാളുടെ ജീവനെയോ സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ, അതൊന്നും നമുക്ക് ലഭിക്കത്തില്ല, അല്ലേ? ഇനി വകുപ്പ് 8, 9 എന്നിവയിൽ പറഞ്ഞിട്ടുള്ളതൊഴികെ പൊതു അധികാര സ്ഥാപനങ്ങളുടെ പക്കലുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നതാണ്. അതാണ് ആൻസർ, അല്ലേ? നമ്മുടെ ഒഴിവാക്കലുകൾ, വിവരാവകാശ നിയമത്തിലെ ഒഴിവാക്കലുകൾ പറഞ്ഞിട്ടുള്ളത് വകുപ്പ് 8, 9 എന്നിവയിലാണ്. സോ ആൻസർ ഓപ്ഷൻ സി ആണ്. വകുപ്പ് 8, 9 എന്നിവയിൽ പറഞ്ഞിട്ടുള്ളതൊഴികെ പൊതു അധികാര സ്ഥാപനങ്ങളുടെ പക്കലുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. ഓക്കെ, ഇത് എല്ലാം കിട്ടിക്കാണാം, എളുപ്പ പ്രശ്നം. അടുത്ത്, ഏത് നിയമത്തിലാണ് സാമൂഹിക ബഹിഷ്കരണം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്? സാമൂഹിക ബഹിഷ്കരണം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് ഏത് നിയമത്തിലാണ്? ഓപ്ഷൻ കാണുമ്പോൾ തന്നെ കിട്ടിയില്ലടാ. സാമൂഹിക ബഹിഷ്കരണം പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം, അതായത് SC/ST അട്രോസിറ്റീസ് പ്രിവെൻഷൻ ആക്ട് 1989. ഓക്കെ, അതാണ് ആൻസർ, ഓപ്ഷൻ ബി ആണ്. സാമൂഹിക ബഹിഷ്കരണം എന്ന പദം വന്നിരിക്കുന്നത് പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം 1989, അതായത് SC/ST അട്രോസിറ്റീസ് പ്രിവെൻഷൻ ആക്ട് 1989. അത് പ്രകാരമാണ്, അല്ലെങ്കിൽ അതിലാണ് സാമൂഹിക ബഹിഷ്കരണത്തെ കുറിച്ച് പറയുന്നത്. അടുത്ത് 2005 ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീ സംരക്ഷണ നിയമവ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട് തെറ്റായ ഉത്തരം ഏതാണ്? താഴ്ന്നു വരാവേ. മജിസ്ട്രേറ്റിന് നഷ്ടപരിഹാര ഉത്തരവുകൾ പുറപ്പെടുവിക്കാവുന്നതാണ്. ശരി. ഉത്തരവിന്റെ പകർപ്പുകൾ കോടതി സൗജന്യമായി നൽകണം. ശരി. ഇതൊക്കെ പഠിച്ചോണം, പോയിന്റ്സ് ആണ്. മജിസ്ട്രേറ്റിന്റെ നടപടികൾ രഹസ്യമായി നടത്താവുന്നതാണ്. ശരി. നിയമപരമായി വിവാഹിതനായ ഭർത്താവിനെതിരെ മാത്രമേ പരിഹാരങ്ങൾ അവകാശപ്പെടാനാവുകയുള്ളൂ. തെറ്റാണ്. ലിവിംഗ് ടുഗദറിലുള്ള പങ്കാളിക്കെതിരെയും നമുക്ക് DVA, ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം എന്ത് ചെയ്യാൻ കഴിയും? കുട്ടികളെ പരാതിപ്പെടാൻ കഴിയും. ഓക്കെ, ലിവിംഗ് ടുഗദറിലുള്ള പയ്യന്മാർ ശ്രദ്ധിക്കുക. ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോർ നടത്തുവാൻ കേരളവർമ്മ പഴശ്ശിരാജയെ സഹായിച്ചവരെ തിരഞ്ഞെടുക്കുക. ചെമ്പൻ പോക്കർ ഉണ്ടായിരുന്നു, പാലിയത്തച്ഛനില്ല, കൈതേരി അമ്പുനായർ ഉണ്ടായിരുന്നു, എടച്ചേന കുങ്കൻ നായർ ഉണ്ടായിരുന്നു. ഓക്കെ, അതായത് 1, 3, 4. 1, 3, 4 ഇവിടെ ഓപ്ഷൻ സി. 1, 3, 4. 1, 3, 4. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ തിരഞ്ഞെടുക്കുക. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരങ്ങൾ. മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ ശരിയാണ്. കോണ്ടിനെന്റൽ കോൺഗ്രസ് ശരിയാണ്. പാരീസ് ഉടമ്പടിയും ശരിയാണ്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ വരുന്നത് ഫ്രഞ്ച് വിപ്ലവമാണല്ലേ? വളരെ ഫ്രഞ്ച് വിപ്ലവമാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ വരുന്നത്. അതായത് 1, 3, 4. ഓപ്ഷൻ എ 1, 3, 4 ആണ് ആൻസർ. 1, 3, 4. മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ, കോണ്ടിനെന്റൽ കോൺഗ്രസ്, പിന്നെ ഏതാ കുട്ടികളെ? പാരീസ് ഉടമ്പടി. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ പഞ്ചശീല തത്വങ്ങളുടെ ഭാഗമായ സമീപനങ്ങൾ ഏതെല്ലാം? പഞ്ചശീല തത്വങ്ങളുടെ ഭാഗമായിട്ടുള്ള സമീപനങ്ങൾ ഏതൊക്കെയെന്നാണ്? സമത്വവും പരസ്പര സഹായം പുലർത്തുക. ശരിയാണ്. സമാധാനപരമായിട്ടുള്ള സഹവർത്തിത്വം പാലിക്കുക. ശരിയാണ്. പരസ്പരം ആക്രമിക്കാതിരിക്കുക. ശരിയാണ്. ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടുക. അങ്ങനെയല്ല, ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക എന്നതാണ്. അതായത് 1, 2, 3 ആണ് ആൻസർ. എവിടെ 1, 2, 3? ഓപ്ഷൻ എ
1, 2, 3 ആൻസർ. ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക എന്നാണ് ഏതിൽ പറയുന്നത്? പഞ്ചശീലത്തിൽ പറയുന്നത്. ഓക്കെ. ഫ്രാൻസിലുണ്ടായിരുന്ന മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ട വിഭാഗക്കാർ ആരെല്ലാം? നമുക്കറിയാം 3 എസ്റ്റേറ്റുകൾ. ഒന്നാമത്തെ എസ്റ്റേറ്റിൽ പുരോഹിതന്മാർ, രണ്ടാമത്തെ എസ്റ്റേറ്റിൽ പ്രഭുക്കന്മാർ, മൂന്നാമത്തെ എസ്റ്റേറ്റിൽ കോമൺസ് അല്ലേ? കോമൺസിൽ വരുന്നതാണ് ബാങ്കർമാർ, എഴുത്തുകാർ, അഭിഭാഷകർ, ടീച്ചേഴ്സ്. ഇതെല്ലാം കോമൺസിൽ വരുന്ന ആൾക്കാരാണ്. 1, 3, 4. അതായത് 1, 3, 4 ഓപ്ഷൻ ഏതാ? 1, 3, 4 ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി. ഓക്കെ. നിങ്ങൾ ഇങ്ങനെ ഇതുപോലെ പറയാറുണ്ടോ വീട്ടിൽ ഇരുന്ന് ഈ വീഡിയോ കാണുന്ന സമയത്ത്? അതാണ് ഓപ്ഷൻ, ഇതാണ് ആൻസർ എന്നൊക്കെ പറയാറുണ്ടോ? ചോദിച്ചതാ. പ്രശസ്തരുടെ സമാധി സ്ഥലങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? പ്രശസ്തരുടെ സമാധി സ്ഥലങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ചോദ്യം. രാജ്ഘട്ട് ഗാന്ധിജിയുടെ സമാധി സ്ഥലമാണ്. ശക്തി സ്ഥൽ ഇന്ദിരാഗാന്ധിയുടെ സമാധി സ്ഥലമാണ്. വീർഭൂമി നമ്മുടെ രാജീവ് ഗാന്ധിയുടെ സമാധി സ്ഥലമാണ്. ശാന്തി നികേതൻ ടാഗോർ ആരംഭിച്ച ആശ്രമമാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത, ഭൂമിയിലെ എല്ലാത്തരം ശിലകളുടെയും പൂർവിക സ്ഥാനം ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏതിനാണ്? അതായത് മാതൃശില അല്ലെങ്കിൽ പ്രാഥമിക ശില. ഓപ്ഷൻ സി ആഗ്നേയ ശിലകളാണ് അല്ലെ? മാതൃശില അല്ലെങ്കിൽ പ്രാഥമിക ശില എന്നറിയപ്പെടുന്നത് ആഗ്നേയ ശിലകളാണ്. കിട്ടിക്കാണോ എല്ലാവർക്കും? അടുത്ത, കാറ്റിന്റെ ചലനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തിരഞ്ഞെടുക്കുക. കാറ്റിന്റെ ചലനത്തെ മർദ്ദച്ചരിവ് മാനബലം സ്വാധീനിക്കുന്നുണ്ട്, കർഷണബലം സ്വാധീനിക്കുന്നുണ്ട്, കോറിയോലിസ് ബലവും സ്വാധീനിക്കുന്നുണ്ട്. 1, 3, 4. 1, 3, 4 ആകുമ്പോൾ ഓപ്ഷൻ ബി ആണ്. 1, 3, 4 ആൻസർ. അടുത്ത, 0 ഡിഗ്രി രേഖാംശ രേഖയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 0 ഡിഗ്രി രേഖാംശ രേഖയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദ്യം. ഭൂമധ്യരേഖ എന്ന് വിളിക്കുന്നു. തെറ്റല്ലേ? ഭൂമധ്യരേഖ എന്ന് വിളിക്കുന്നത് ഏതാ പിള്ളേരെ? 0 ഡിഗ്രി അക്ഷാംശ രേഖയല്ലേ? 0 ഡിഗ്രി അക്ഷാംശ രേഖയാണ് എന്ന് വിളിക്കുന്നത് ഭൂമധ്യരേഖ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് തന്നെ തെറ്റാണ്. അപ്പോൾ 1 തെറ്റാകുമ്പോൾ തന്നെ ഉത്തരം നിങ്ങൾക്ക് എടുക്കാൻ കഴിയും. ഓപ്ഷൻ എ നമ്മൾ വെട്ടി, ഓപ്ഷൻ സി നമ്മൾ വെട്ടി, ഓപ്ഷൻ ബി നമ്മൾ വെട്ടി. ബാക്കിയൊന്നും വായിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, കാരണം 1 തെറ്റാണെന്ന് നമുക്കറിയാം. ഓപ്ഷൻ ഡി 2ഉം 4ഉമാണ്. പക്ഷെ നമുക്ക് ബാക്കി പഠിക്കാതെ പോകാൻ പറ്റുമോ? ഗ്രീനിച്ച് രേഖാംശം എന്നറിയപ്പെടുന്നു. 0 ഡിഗ്രി രേഖാംശ രേഖ ശരിയാണ്. അന്താരാഷ്ട്ര ദിനാങ്ക രേഖ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്നറിയപ്പെടുന്നത് 180 ഡിഗ്രി രേഖാംശ രേഖയാണ്. 180 ഡിഗ്രി രേഖാംശ രേഖയാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്നറിയപ്പെടുന്നത്. പ്രൈം മെറിഡിയൻ എന്ന് വിളിക്കപ്പെടുന്നു. ശരിയാണ്. പ്രൈം മെറിഡിയൻ എന്ന് വിളിക്കുന്നത് ഏതിനെ തന്നെയാണ്? 0 ഡിഗ്രി രേഖാംശ രേഖ തന്നെയാണ്. അടുത്ത, പസഫിക് മഹാസമുദ്രവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഏറ്റവും ആഴം കൂടിയ സമുദ്രം ശരിയാണ്. എസ് ആകൃതിയിൽ കാണപ്പെടുന്നു. തെറ്റാണ്. എസ് ആകൃതിയിൽ കാണപ്പെടുന്നത് അറ്റ്ലാന്റിക് സമുദ്രമാണ്. എം ആകൃതിയാണെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രമാണ് എം ആകൃതി. പസഫിക് സമുദ്രത്തിന്റെ ആകൃതി ത്രികോണാകൃതിയാണ് കേട്ടോ. പസഫിക് സമുദ്രത്തിന്റെ ആകൃതി ത്രികോണാകൃതിയാണ്. ഭൗമോപരിതലത്തിന്റെ 1/6 ഭാഗം വിസ്തൃതി തെറ്റാണ്. അത് നമ്മുടെ അറ്റ്ലാന്റിക് സമുദ്രമാണ്. ഇതിന് പസഫിക് സമുദ്രത്തിന് 1/3 ഭാഗം വിസ്തൃതിയാണ് കേട്ടോ. നമ്മുടെ ഭൗമോപരിതലത്തിന് 1/3 ഭാഗം വിസ്തൃതി ഉള്ളത് ആർക്കാണ്? പസഫിക് സമുദ്രത്തിനാണ്. അനേകായിരം ചെറുതും വലുതുമായിട്ടുള്ള ദ്വീപുകൾ കാണപ്പെടുന്നു. ശരിയാണ്. അപ്പോൾ 1ഉം 4ഉമാണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. കിട്ടേണ്ടതാണ്. കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്ന കുന്നുകൾ ഏതെല്ലാം? കിഴക്കൻ മലകളിൽ ഉൾപ്പെടുന്നത് പത്കായിബും അതുപോലെ ജയന്തിയ കുന്നുകൾ അല്ലെ? പത്കായിബും ജയന്തിയ കുന്നുകൾ. 1, 2 ആവുമ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. 1ഉം 2. ഓക്കെ, കിട്ടിക്കാണാം. വില്യം ലോഗൻ കമ്മീഷൻ കേരളത്തിലെ ഒരു കർഷക സമരത്തെക്കുറിച്ച് പഠിക്കുവാൻ നിയോഗിക്കപ്പെട്ടതാണ്. ആ സമരമാണ് വില്യം ലോഗൻ കമ്മീഷൻ കേരളത്തിലെ ഒരു കർഷക സമരത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ടതാണ്. ആ സമരമാണ് മലബാറിലെ കർഷക സമരങ്ങളാണ് ആൻസർ. ഓൺലൈൻ പഠനത്തിന് കുടുംബശ്രീയുമായി ചേർന്ന് വിദ്യാശ്രീ പദ്ധതി നടപ്പിലാക്കുന്നത്. കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് ആണ് ആൻസർ. അടുത്ത്, അഡ്രീനൽ കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഇത് പലർക്കും പോകാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. വൃക്കയിൽ, അതായത് നമ്മുടെ ഈ അഡ്രീനൽ ഗ്ലാൻഡിന്റെ കോർട്ടെക്സ് ഭാഗം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് നമ്മൾ നോക്കേണ്ടത്. വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ലവണ ജല സന്തുലനാവസ്ഥ നിലനിർത്തുന്നു.
അത് അൽഡോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോൺ ചെയ്യുന്ന പ്രവർത്തനമാണ്. വൃക്കയിൽ പ്രവർത്തിച്ചിട്ട് ശരീരത്തിലെ ലവണ ജല സന്തുലനാവസ്ഥ നിലനിർത്തുന്ന അൽഡോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോണാണ്. സോ അത് ശരിയാണ്. കാൽസ്യത്തിന്റെ അളവ് ക്രമീകരിക്കുന്നു. കാൽസ്യത്തിന്റെ അളവ് ക്രമീകരിക്കുന്നത് കാൽസിട്ടോണിൻ, പാരാതോർമോൺ എന്നീ ഹോർമോണുകളാണ്. കാൽസിട്ടോണിൻ, പാരാതോർമോൺ എന്നീ ഹോർമോണുകളാണ് കാൽസ്യത്തിന്റെ അളവ് ക്രമീകരിക്കുന്നത്. അപ്പം ഇത് തെറ്റാണ്, ഇത് തെറ്റാണ്. ലൈംഗിക വളർച്ചയെയും ധർമ്മങ്ങളെയും നിയന്ത്രിക്കുന്നു. അത് നമ്മുടെ അഡ്രീനൽ കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന സെക്സ് ഹോർമോൺസ് ചെയ്യുന്ന പ്രവർത്തനം തന്നെയാണ്. ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കുന്നു. ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കുന്നത് മെലാട്ടോണിൻ എന്ന ഹോർമോണാണ്. ആ മെലാട്ടോണിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് പീനിയൽ ഗ്രന്ഥിയാണ്. നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്ന പീനിയൽ ഗ്രന്ഥി, ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്ന പീനിയൽ ഗ്രന്ഥിയാണ് എന്ത് ഉൽപ്പാദിപ്പിക്കുന്നത്? മെലാട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. സോ ഇത് തെറ്റാണ്. 1, 3 ശരി. 1, 3 ശരി എന്ന് പറയുമ്പോൾ ഓപ്ഷൻ സി ആണ്. 1, 3 ശരി. അയഡിൻ ചേർത്ത ഉപ്പ് നിർബന്ധമാക്കുക വഴി ഉന്മൂലനം ചെയ്യാൻ ഉദ്ദേശിച്ച അപര്യാപ്തത രോഗങ്ങൾ. അയഡിൻ ചേർത്ത ഉപ്പ് നിർബന്ധമാക്കുന്നത് വഴി നമുക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്നില്ല. നമുക്ക് അയഡിൻ എന്ന് കേട്ടാൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഗോയിറ്റർ എന്ന രോഗമാണ്. പക്ഷെ ഗോയിറ്റർ മാത്രമല്ല, നമ്മുടെ ഹൈപ്പോ തൈറോയിഡിസം എന്ന കണ്ടീഷനും അയഡിൻ്റെ കുറവ് മൂലം നമുക്ക് ഉണ്ടാവും. ഹൈപ്പോ തൈറോയിഡിസം കുട്ടികൾ ഉണ്ടാവുന്നതിനാണ് ക്രെട്ടനിസം എന്ന് പറയുന്നത്. ഹൈപ്പോ തൈറോയിഡിസം മുതിർന്നവരിൽ ഉണ്ടാവുന്നതാണ് മിക്സഡിമ എന്ന് പറയുന്നത്. അതായത് 1, 3 ആൻസർ ആയിട്ട് വരുന്നു. 1, 3 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി ആണ്. 1, 3. ഓക്കെ, സ്കർവി വൈറ്റമിൻ സി അല്ലേ. അടുത്ത ആശാപ്രവർത്തകരുടെ യോഗ്യത. ഇതിൽ തെറ്റായ പ്രസ്താവന എടുക്കുക. +2 പാസ്സായിരിക്കണം. തെറ്റാണ്. 10ാം ക്ലാസ് പാസ്സായാൽ മതി. അതേ പഞ്ചായത്തിൽ നിന്നുള്ള വ്യക്തിയായിരിക്കണം. ശരി. ഒരു വനിതയായിരിക്കണം. ശരി. 25 മുതൽ 45 വയസ്സ് പ്രായപരിധിയിലുള്ള ആളാകണം. അതും ശരിയാണ്. ആശാപ്രവർത്തകരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സാണ് വിരമിക്കൽ പ്രായം. ആശയുടെ പൂർണ്ണരൂപം അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നാണ്. ആശയുടെ പൂർണ്ണരൂപം അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നാണ്. ഓക്കെ, ഒരു ആശാപ്രവർത്തക 1000 ജനങ്ങൾക്കാണ്. 1000 ജനങ്ങൾക്ക് ഒരു ആശാപ്രവർത്തക. ഇത്രയും പോയിന്റ്സ് ഒന്ന് ഓർത്തിരിക്കുക, നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, അടുത്ത കേരള സർക്കാരിന്റെ ആർദ്രം പദ്ധതിയെ പറ്റി തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ആർദ്രം പദ്ധതി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ കിടത്തി ചികിത്സ ആരംഭിക്കുക. ആർദ്രം പദ്ധതിക്ക് അങ്ങനെ ഒരു ലക്ഷ്യമില്ല. പ്രാഥമിക ആരോഗ്യങ്ങളിൽ കിടത്തി ചികിത്സ ആരംഭിക്കുക എന്ന ലക്ഷ്യമില്ല. ബാക്കിയുള്ളതെല്ലാം ആർദ്രം പദ്ധതി ലക്ഷ്യങ്ങളാണ്. പഠിച്ചിരിക്കുക. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുക. രോഗി സൗഹൃദ ആശുപത്രി ആക്കുക. മാതൃശിശു സേവനങ്ങൾ ലഭ്യമാക്കുക. അത് 3 ശരിയാണ്. ഇവിടെ നിങ്ങൾ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ പല പോയിന്റ്സ് നിങ്ങൾ പഠിക്കുന്നുണ്ട് കേട്ടോ. റാങ്ക് ഫയലിൽ പോലും കാണാത്ത പല പോയിന്റ്സ് കിട്ടും. സോ പഠിക്കുക. കംപ്ലീറ്റ് ആയ സോ നമ്മുടെ വർക്കൗട്ട് 20 ദിവസം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ ബുദ്ധിമുട്ടിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലർക്ക് ഡൗട്ട് വന്ന് കാണും. ഹോർമോൺസ് ഒക്കെ ഡൗട്ട് വന്ന് കാണും. അതൊക്കെ നന്നായിട്ട് ഹോർമോൺസും ബയോളജിയൊക്കെ അറിയുന്ന ആൾക്കാർക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, സോ പരീക്ഷകളൊക്കെ വരികയാണല്ലേ പിള്ളേരെ. ഇനിയിപ്പം നമുക്ക് ഇനി ഏത് പരീക്ഷ ഉണ്ട് ഉടനെ വരുന്ന ലാബ് അസിസ്റ്റൻ്റ് അല്ലേ മെയിനായിട്ടുള്ളത്. പിന്നെ നമുക്ക് മറ്റേ KS-ൻ്റെ പ്രിലിംസ് ഉണ്ട്, ലാബ് അസിസ്റ്റൻ്റ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മാസം ഫയർവുമൻ, CPO, WCPO പരീക്ഷകൾ. പിന്നെ അത് കഴിയുമ്പം അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ. പിന്നെ വീണ്ടും 10th ലെവൽ പരീക്ഷകൾ. ധാരാളം പരീക്ഷകൾ വരുന്നുണ്ട്. സോ നന്നായിട്ട് പഠിക്കുക. ക്വസ്റ്റ്യൻ മാർക്കോട്ടൊക്കെ യൂസ്ഫുൾ ആക്കുക കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.